നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് അടമാങ്ങ കൊണ്ടുള്ള അച്ചാറാണ്. വേനൽക്കാലത്ത് നമ്മൾ ഉപ്പിലിട്ട് ഉണക്കി എടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ കൊണ്ട് എങ്ങനെ ഈ മഴക്കാലത്ത് സ്വാദിഷ്ടമായ അച്ചാർ ഉണ്ടാക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അടമാങ്ങ കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കുക എന്നുള്ളതാണ്. അത് പൊടിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോവാൻ അത് കുറച്ച് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. ഇതിലേക്ക് ആവശ്യമുള്ളത് കറിവേപ്പില കുറച്ച്, 2-3 വറ്റൽമുളക്, ഒരു 5-6 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇഞ്ചി കുറച്ച് ചെറിയ കഷ്ണമായി അരിഞ്ഞത് ചെറിയൊരു പീസ്, ഇവയെല്ലാം അരിഞ്ഞ് വയ്ക്കുക. അതിനുശേഷം കുരുമുളക്, ജീരകം, ഉലുവ, കായം അവയൊക്കെ ചൂടാക്കി പൊടിച്ച് വയ്ക്കുക. അതിനുശേഷം ചൂടായ എണ്ണയിലേക്ക് കടുകും ഉലുവയും ഇടുക. നല്ലെണ്ണയാണ് അച്ചാറിന് നന്നായി വയ്ക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അത് കഴിഞ്ഞ് അതിലേക്ക് വറ്റൽമുളകും പച്ചമുളകും കറിവേപ്പിലയും ഇടുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിൽ ഇഞ്ചി ഓപ്ഷനിലാണ്, ആവശ്യമെങ്കിൽ ഇട്ടാൽ മതി. ഒരു മണം കേൾക്കാൻ വേണ്ടി നോക്കാമെന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച് പൊടി ചേർക്കാം. ഈ പൊടി എളുപ്പം വേണമെങ്കിൽ വറ്റൽമുളകും ചേർത്ത് പൊടിക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. വീട്ടിൽ പൊടിച്ച മുളക് പൊടി ആയത് കാരണം കുറച്ച് ചേർക്കുന്നുള്ളൂ. ഒരു 1.5 സ്പൂണാണ്, നല്ല എരിവുള്ളതാണ്. പിന്നെ ഒരു 1.5 സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. മല്ലിപ്പൊടി കുറച്ച്, അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇടുന്നുള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ അതിനുശേഷം മാങ്ങ അതിലേക്ക് ഇടുക. നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് ഗ്രേവി വേണമെന്നുള്ളവരാണെങ്കിൽ വിനാഗിരിയോ വെള്ളമോ ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടും. നല്ല സ്വാദിഷ്ടമായ അച്ചാർ തയ്യാറായിട്ടുണ്ട്. 1 സ്പൂൺ ഉണ്ടെങ്കിൽ തന്നെ ഒരു പ്ലേറ്റ് ചോറ് നമുക്ക് കഴിക്കാൻ കഴിയും. വേറെ എന്തിൻ്റെ ഒപ്പവും കഴിക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ.